വാ മോളെ, കൈ കഴിട്ട് വാ. കഴിച്ചോ? ഇപ്പൊ എന്താ ധൃതി വെക്കുന്ന? മോളെ സ്കൂളിൽ വിട്ടിട്ടാട്ടെ. കഴിച്ചോ? ആ ജോലിയൊക്കെ കഴിഞ്ഞോ? ഓ, അത് രാവിലെ തന്നെ കഴിഞ്ഞു ചേച്ചി. അച്ഛമ്മോളെ സ്കൂളിൽ വിടുന്ന കാര്യം എന്തായി? അത് ആ സ്കൂളിൽ പോയി അന്വേഷിച്ചിരുന്നു. ഭയങ്കര ഫീസാണ് അവിടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ അംഗൻവാടി ടീച്ചർ പറഞ്ഞ കാര്യമോ ആ സ്കൂളിൽ തിരക്കില്ലായിരുന്നോ? ഓ, അവിടെ മനോജേട്ടന് തീരെ താല്പര്യമില്ല. അത് നല്ല സ്കൂളാ. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ആ ടീച്ചറിനോട് പറയാം. ശരി പോട്ടെ. അമ്മ മോളെ സ്കൂളിൽ വിടാവേ. ശരി. ഹലോ. ഓക്കെ സാർ. ഹലോ സാർ, മാഡം വിളിക്കുന്നു. മേ ഐ കം ഇൻ? ആ മനോജ് വാ. മാഡം, ഇതാണ് മനോജ്. ഇദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് ആണ് അപ്രൂവൽ ആയിരിക്കുന്നത്. Oh, good. Please be seated. താങ്ക് യു മാം. മനോജ് ഇതിനു മുമ്പ് എവിടെയായിരുന്നു? മുംബൈയിലായിരുന്നു മാം. What about your family? ഭാര്യയും ഒരു മോളും ഉണ്ട് മാം. ഇപ്പൊ എവിടെ താമസിക്കുന്നു? ഇവിടെ അടുത്ത് തന്നെയാ മാം. Okay. Are you very confident about the project? യെസ് മാം. Within 1 week, can you finish all this? ഷുവർ. Okay, then all the best. താങ്ക് യു മാം. നീ എന്താടാ അമൃതയുടെ കാര്യം പറയാ? ഓ, ഇനി അവളുടെ കാര്യം പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയേണ്ടി വരും. സാറ് ചെലവ് ചെയ്യണം. പിന്നെ ചെലവ് എല്ലാവർക്കും ചെയ്യണ്ടേ? ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. ഈ കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു അച്ചീവ്മെന്റ്? ഇതൊക്കെ നിന്റെ മോടെ ഭാഗ്യമാടാ.
ഏത് നേരം ഈ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുക. നിനക്ക് ഈ മൊബൈൽ എടുക്കാതെ പഠിച്ചൂടെ? ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. എന്താ മോളെ ഇതുവരെ സ്കൂളിൽ വിടാത്തത്? ആഗ്രഹമില്ലായിട്ടല്ല ടീച്ചറെ. മോളെ പോലുള്ള കുട്ടികൾ പോകുന്ന സ്കൂളിലൊക്കെ ഭയങ്കര ഫീസല്ലേ. അതിന് നമ്മളിവിടെ അടുത്ത ഗവൺമെന്റ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരുന്നതല്ലേ. മനോജേട്ടൻ അതിനോട് താല്പര്യമില്ല. ജയശ്രീ മോളെ നോക്കുന്ന പോലെ തന്നെ മോളെ അവിടെ നോക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്. അതിനുവേണ്ടി തന്നെ സ്പെഷ്യൽ BEd എടുത്ത ടീച്ചേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവളുടെ കാര്യത്തിൽ യാതൊരു കുറവും വരത്തില്ല. അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട. പിന്നെ അതുപോലെ തന്നെ BRCയിൽ പ്രത്യേകം തെറാപ്പികളൊക്കെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ അന്വേഷിച്ചിട്ട് പറയാം. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനോട് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കണേ. ശരി ടീച്ചറെ. ഓക്കെ. ഇന്ന് അംഗൻവാടി ടീച്ചർ വന്നിരുന്നു ഇവിടെ, മോളെ സ്കൂളിൽ വിടുന്ന കാര്യം പറയാനായിട്ട്. ജെഫ്രി, നമ്മൾ സെറ്റ് ആവുന്നല്ലേ ഉള്ളൂ. നിനക്ക് എവിടുന്ന കാശ്? അതിനിപ്പോ പ്രത്യേകിച്ച് ക്യാഷിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ എല്ലാം സൗജന്യമാണ്. അത് തന്നെയല്ല, നല്ല ട്രെയിനിങ് എടുത്ത ടീച്ചേഴ്സും ഉണ്ട് അവിടെ. മോടെ കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. പിന്നെ BRCയിൽ അവക്ക് സ്പെഷ്യൽ തെറാപ്പി സെഷനും കിട്ടും. അതും സൗജന്യമാണ്. എത്ര നാളാണെന്ന് വെച്ചിട്ട് അവൾ ഇവിടെ ഇരിക്കുന്നത്? അവക്ക് വലിയ വിഷമമാണ്. ഒന്ന് സമ്മതിക്കുന്നേ. ഞാൻ നാളെ തന്നെ ആ ടീച്ചറെ വിളിച്ച് പറയാൻ പോവാ. മനോജേട്ടനെതിരൊന്നും പറയരുത് പ്ലീസ്. കഴിഞ്ഞ ദിവസവും ഞാനവിടെ പോയിരുന്നു. കുട്ടി ഓൾറെഡി 4ാം ക്ലാസ് വരെ സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഓ, അത് ശരി. അവർക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പൊ വിടാത്തത്. സിന്ധ ടീച്ചറെ, ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. ഇവിടെ കോവിഡ് ടൈമിൽ അഡ്മിഷൻ എടുത്തൊരു കുട്ടിയില്ലേ, പിന്നെ എത്ര കോണ്ടാക്ട് ചെയ്തിട്ടും വരാത്ത. ആ അതെ അത് തന്നെ. നല്ല അമൃതയുടെ കാര്യം ഒന്ന് സംസാരിക്കേ. എനിക്ക് BRCയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ശരി ടീച്ചർ. ടീച്ചറെ, നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഒരു ചങ്ങാതിക്കൂട്ടം പ്ലാൻ അത് ചെയ്യാം. ശരിയാ, അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞാനോട് വരുകയും ചെയ്യാം. ശരി, ഞാനിവിടെ അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ട് ടീച്ചറിനെ അറിയിക്കാം. ഓക്കെ എന്നാ. ശരി ടീച്ചറെ. ആ, എല്ലാരും കയറി വരൂ. അമൃതയെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നതാ, അമൃതയെ കാണാനായിട്ട്. എല്ലാരും ഇരിക്കുക കേട്ടോ. മക്കൾ അങ്ങോട്ട് ഇരുന്നോ. ഞാൻ ചായ എടുക്കാം. എനിക്ക് ഗിഫ്റ്റ് ഇഷ്ടായി. ഞങ്ങളുടെ സ്കൂളിൽ വരുന്നു. തീർച്ചയായിട്ടും ഞാൻ വരാൻ തയ്യാറാ. ഞങ്ങളുടെ സ്കൂൾ അടിപൊളിയാ. ഇതാ മക്കളെ, കഴിക്ക്, എടുക്ക. താങ്ക് യു. ഹസ്ബൻഡ് വരാൻ ലേറ്റ് ആവോ? ലേറ്റ് ആവും. ചങ്ങാതിക്കൂട്ടം ഇങ്ങനെയല്ല സാധാരണ നടത്താറുള്ളത്. നമ്മൾ ജനപ്രതിനിധികളും സ്കൂളിലെ മറ്റ് ടീച്ചേഴ്സും കുട്ടികളും ഇവിടെയുള്ള ആളുകളെ കൂട്ടിയാണ് നടത്തുന്നത്. ഇവിടുത്തെ ഒരു സാഹചര്യം കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. നമ്മളെ തീർച്ചയായിട്ടും സ്കൂളിലേക്ക് വിടണം കേട്ടോ. ഹസ്ബൻഡിനോടും പറയണം. മോൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അവിടെ ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്. അവരെല്ലാം നല്ല സപ്പോർട്ടീവാണ്. എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. പിന്നെ ഞാനും ഉണ്ടാവും. വണ്ടി നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാം. ഒരു ചാരിറ്റി ഒരു കാര്യം ചെയ്യുന്ന ഒരാളുണ്ട്. പുള്ളി രാവിലെ ഒന്ന് കൊണ്ടുവന്നോളും, തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്തോളും. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെ ഓർത്തൊന്നും ഭാരപ്പെടണ്ട. തീർച്ചയായും ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ട് വിടുന്നതാണ്. ചേച്ചി, ഞാൻ സ്കൂളിൽ പോകാൻ പോവാ.
അവളെ എന്റെ സ്കൂളിലാണോ ചേർക്കാൻ പോകുന്നേ? ഞാൻ സമ്മതിക്കത്തില്ല. നീ വഴക്കൊണ്ടാക്കാതെ കയറി കിടന്നുറങ്ങടി. മൊബൈൽ മാറ്റി വെച്ചിട്ട് കയറി കിടന്നുറങ്ങിക്കേ. മോളും കിടന്നുറങ്ങിക്കോ കേട്ടോ. വിജ്ഞാനദായകനേ വിശ്വപ്രകാശമേ. നമുക്കൊരു പുതിയ കൂട്ടുകാരി വന്നിട്ടുണ്ടല്ലേ ക്ലാസ്സില്? ഇല്ലേ? ആരെങ്കിലും പരിചയപ്പെട്ടോ? പേര് ചോദിച്ചോ? ഇല്ല. നമുക്ക് പേര് ചോദിച്ചാലോ? എന്നാ പേര് പറ. എന്റെ പേര് അമൃത മനോജ്. അപ്പൊ ഇല്ലേ, ഇനി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്റർവെൽ ടൈമിലൊക്കെ അമൃതയോട് എല്ലാവരും സംസാരിച്ച് വീട്ടിലെ വിശേഷങ്ങളും അമൃതയെ പറ്റിയിട്ടുള്ള മറ്റു കാര്യങ്ങളും എല്ലാം ചോദിക്കണം. ഓക്കെ അല്ലേ? താങ്ക്സ് കേട്ടോ. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കൂ. എന്താ വന്നത്? സാർ, എൻ്റെ പേര് ജയശ്രീ. എൻ്റെ മകൾ അമൃത മുട്ടമ്പലം ഗവൺമെൻറ് UP സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവളൊരു സ്പെഷ്യൽ ചൈൽഡാണ് സാർ. അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആണ് പറഞ്ഞത് BRCയിൽ അവൾക്ക് വേണ്ട തെറാപ്പി സെഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന്. അതിനാണ് ഞാൻ വന്നത്. ഓക്കെ. ഇവിടെ സ്പെഷ്യൽ ചൈൽഡ്സിന് വേണ്ട എല്ലാ തെറാപ്പികളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചുമതലയുള്ള ആളെ ഞാൻ വിളിക്കാം. അന്യമോളെ ഒന്ന് വിളിക്കൂ സിനു. അന്യമോളെ വാ, ഇരിക്കൂ. നമസ്കാരം. അന്യമോളെ, ഇത് ജയശ്രീ മുട്ടമ്പലം സ്കൂളിലെ അമൃത എന്ന കുട്ടിയുടെ അമ്മയാണ്. കുട്ടിക്ക് വേണ്ട തെറാപ്പിയെ സംബന്ധിച്ചൊരു പരിശോധന നടത്തണം. ശരി. ആവശ്യമുള്ള തെറാപ്പികളെല്ലാം പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ശരി. ടീച്ചറിൻ്റെ കൂടെ ചെല്ലൂ, എല്ലാ സൗകര്യവും ചെയ്തു തരും. ശരി, താങ്ക് യു. താങ്ക് യു. വാ. ഇതെന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? അന്നേരം എങ്ങനെ കിട്ടും നമുക്ക്?
കൊച്ചിന്റെ മാറത്തണഞ്ഞുന്നു പുൽകുവാൻ എൻ മനം കൊതിച്ചിടുന്നു, എൻ മനം കൊതിച്ചിടുന്നു. പുഞ്ചിരി വന്നല്ലേ? എന്തുകൊണ്ടാ പുഞ്ചിരി വന്നത്? അച്ഛൻ വരുമ്പോ എന്തെങ്കിലും അച്ഛൻ വരുമ്പോ ഗിഫ്റ്റ് കൊണ്ടുവരുന്ന അറിയാലേ? अधिनायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. നീ എന്താ നേരത്തെ? ഇന്ന് മോളെ സ്കൂളിൽ നിന്ന് ടൂർ പോവാ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഞാൻ പറഞ്ഞിട്ട് പോവാ. അച്ഛന അമ്മൂന. ഓക്കെ, ഇവിടെ നോക്കിക്കേ. 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? ഭൂമധ്യരേഖ. 23 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയോ? ഉത്തരായന രേഖ. അപ്പൊ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ. ഗുഡ് ആഫ്റ്റർനൂൺ. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു ക്രാഫ്റ്റ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരാൾക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അമൃത. അമൃതയ്ക്ക് ഒരു കൺഗ്രാലേഷൻസ് എല്ലാവരോടും കൊടുത്തേ. കൺഗ്രാലേഷൻസ് മോളെ. പോയി മിടുക്കിയായിട്ട് മത്സരത്തിലൊക്കെ പങ്കെടുത്തു വരിക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ശരി. ക്ലാസ് തുടർന്നോളൂ. ശരി. ഇതുപോലൊരു അംഗീകാരം അവളെ തേടി വരുമെന്ന് എനിക്കറിയാം. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. നമുക്കൊരു അഭിമാന നിമിഷം കൂടിയാണ്. അതെ അതെ. ഹലോ, മനോജ് അല്ലേ? അമൃതയുടെ ഫാദർ. ഞാൻ മുട്ടമ്മല സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്.
ആ ടീച്ചറെ മനസ്സിലായി. അത്യാവശ്യമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് DD ഓഫീസ് വരെ ഒന്ന് വരണം, കോട്ടയത്ത്. ആ നോക്കട്ടെ. ശരി. മാം, ഇത് അമൃതയുടെ ഫാദർ മനോജ്. നമസ്കാരം. നമസ്കാരം. ഇരിക്കെ. മനോജ എവിടെയാ ജോലി ചെയ്യുന്നത്? വയലിലെ തോട്ടെന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഫേമിലാണ്. മൂത്ത കുട്ടി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ CBSE സ്കൂളിലാണ്. നമസ്കാരം. നമസ്തേ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്ന ക്രാഫ്റ്റ് മത്സരത്തിൽ മോള് വിന്നറായിട്ടുണ്ട്. അതിൻ്റെ DPയിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. അമൃത ഹാപ്പിയാണോ? ഹാപ്പിയാണ്. മനോജിന് സർക്കാർ സ്കൂളുകളെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ മാറിയോ? എൻ്റെ അറിവില്ലായ്മ കൊണ്ട് മോളിൽ 2 വർഷം വേസ്റ്റായി പോയി. അത് സാരമില്ല, അവൾ എല്ലാം മിടുക്കിയായി പെർഫോം ചെയ്തിരിക്കുകയാണ്. വലിയ നേട്ടമാണ് അവൾ കൈവരിച്ചിരിക്കുന്നത്. സമഗ്രനിഷ്ഠ കേരളയിലൂടെ BRC വഴി സ്പീച്ച് തെറാപ്പിയും ഒക്യുപ്പേഷണൽ തെറാപ്പിയും ഒക്കെ സൗജന്യമായി ഈ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഈ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. വളരെ അത്യപൂർവമായ നേട്ടമാണ് മോൾ കൈവന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇതിൻ്റെ എല്ലാം കാരണം. അമൃതയ്ക്കും നിങ്ങൾക്കും ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പോയി വരുന്നതിനുള്ള സകല ചെലവും ഡിപ്പാർട്ട്മെന്റ് നൽകുന്നതായി. സാറുമാരി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ട്. പക്ഷേ എനിക്കിതിനൊന്നും അർഹതയില്ല. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ വന്നു ചേർന്ന വീഴ്ചകൾക്കെല്ലാം ഞാൻ പഴി ചാരിയിരുന്നത് ഇവിടെയായിരുന്നു. എൻ്റെ പൊന്നു മോളെ ഒന്ന് നോക്കാനോ അവളുടെ ആഗ്രഹത്തിനൊത്ത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ, എന്തിനാ ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കാനോ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും എൻ്റെ മോളെ ഞാൻ അവഗണിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് അവൾ കാരണം ഞാൻ ഏറെ അഭിമാനിക്കുന്നു. നിങ്ങളോടെല്ലാവരോടും എനിക്ക് ഏറെ നന്ദിയുണ്ട്. എൻ്റെ പൊന്നുമോളെ ഇത്രയും വളർത്തിയതിന്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ വിശാല ലോകത്തേക്ക് അമൃതയും. അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിൽ നിന്നോ സ്വന്തം വീട്ടിൽ നിന്ന് പോലുമോ അവഗണിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാരായ കുരുന്നുകൾ, അവർക്ക് പരിരക്ഷയുടെ കൂടൊരുക്കുന്നതിനായി ജീവൻ സമർപ്പിക്കുന്ന രക്ഷിതാക്കൾ, ഈ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കരുതലിൻ തണലേകി കൂടെ ചേർത്ത് നിർത്തുന്ന സമഗ്ര ശിക്ഷ കേരളയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, BRC ഓട്ടിസം സെൻ്ററുകളിലെ തെറാപ്പികളിലൂടെയും ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെയും ആർജിച്ചെടുക്കുന്ന ആത്മവിശ്വാസം, അതിരില്ലാത്ത ആനന്ദവും അറിവും നൽകുന്ന ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, അതാണ് ഈ ചിത്രം. സവിശേഷ സിദ്ധികളാൽ പൂരിതരായ മക്കൾക്ക് പറക്കാൻ വർണ്ണച്ചിറകുകളും പറന്നുയരാൻ അനന്തവിഹായസുമൊരുക്കുന്ന എല്ലാവർക്കുമായി ഈ ചിത്രം സമർപ്പിക്കുന്നു.